ഒരു അടിപൊളി ചെമ്മീൻ തീയലിൻ്റെ റെസിപ്പി നോക്കിയാലോ? നല്ല ചൂട് ചോറിൻ്റെ കൂടെ പൊളി സാധനം. സംഭവം കിടുവാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് തേങ്ങ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തേങ്ങയിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ മുരിഞ്ഞ് കിട്ടാനാണ്. അപ്പോൾ നല്ലപോലെ മുരിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഈ 3 പൊടി മാത്രം മതി കേട്ടോ. ഇതിട്ട് ആ പൊടികളെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ വറുത്ത തേങ്ങയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ചധികം ചെറിയുള്ളിയാണ്. തേങ്ങാക്കൊത്ത് ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്ത് എണ്ണയിൽ നല്ലപോലെ ഒന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും നമ്മുടെ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അത് എത്രയും കൂടുതൽ എടുക്കണോ അത്രയും സൂപ്പറായിരിക്കും കേട്ടോ. ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ച് ഉള്ളി നമുക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ അത് രണ്ടും നല്ല വഴറ്റി മാറ്റി വെക്കുക. ഇനി നമ്മുടെ മെയിൻ താരം ചെമ്മീൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും വേപ്പില ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെക്കണം. ചെമ്മീൻ വെന്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളി വഴറ്റി വെച്ച മിക്സില്ലേ, അത് ചെമ്മീലോട്ട് ഇട്ടിട്ട് ഒന്നുകൂടി ആ ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ പിടിക്കാൻ വേണ്ടി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഈ ടൈമിൽ നമുക്ക് അരപ്പ് നല്ലപോലെ അരച്ചെടുക്കാം. എന്നിട്ട് ഈ വെന്ത ചെമ്മീൻ്റെ മിക്സിലേക്ക് നമ്മുടെ അരപ്പ് ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് നീട്ടിയെടുക്കണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നല്ല കുറുക്ക് പരുവത്തിലെടുക്കാം കേട്ടോ. നമ്മളിവിടെ കുറച്ച് ചാറായിട്ട് എടുക്കുന്നത്, അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല നീട്ടിയെടുത്തു, മൂടി വെച്ച് നല്ല തിളച്ച് സെറ്റായിട്ടുണ്ട്. ഇനി കടുക് വറ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ കടുക് പൊട്ടിച്ചു, ചെറിയുള്ളിയും വേപ്പിലയും കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് നല്ലപോലെ മുരിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ? കുറച്ച് ആ ഒരു ചെറിയുള്ളി പൊളിച്ചെടുക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സൂപ്പർ കറിയാണ്. ചോറിൻ്റെ കൂടെ വേറെ ഒന്നുമില്ലെങ്കിലും നമുക്ക് ഇത് കൂട്ടി കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.